നിങ്ങൾ ഏവരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും കണ്ട് മാത്രം പരിചയമുള്ള 20 GB പ്രേത ബംഗ്ലാവിലേക്കാണ് നമ്മൾ നടത്തിയ യാത്രയുടെ വിവരണമാണ്. ഇതാ നമ്മൾ ബംഗ്ലാവിനകത്തേക്ക് കയറുകയാണ്. കാട് പിടിച്ച് കിടക്കുന്ന പരിസര പ്രദേശങ്ങൾ, സൈഡിൽ സെക്യൂരിറ്റി റൂമായി കിട്ടിയിരിക്കുന്ന കെട്ടിടമാണെന്ന് തോന്നുന്നു. എല്ലാം തകർന്ന് ജീർണാവസ്ഥയിലാണ്. ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പോകുന്നു. ബംഗ്ലാവിൻ്റെ പരിസര പ്രദേശം ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണ്. വളരെ വിജനമായ ഈ പ്രദേശത്ത് ഈ ബംഗ്ലാവ് മാത്രമാണുള്ളത്. ബംഗ്ലാവിൻ്റെ നടുമുറ്റത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന 2 ശില്പങ്ങൾ. നേരെ പോകുമ്പോൾ മുകളിൽ ഒരു ബംഗാളിൻ്റെ അടയാളം എന്ന് പറയുന്ന ക്രിസ്മസ് ട്രീ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്നു. ഇതാ നമ്മൾ ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതാ ബംഗ്ലാവിനകത്തേക്ക് നമ്മൾ കയറുകയാണ്. വളരെ തകർന്ന് ജീർണാവസ്ഥയിലായ ബംഗ്ലാവ് ഉൾഭാഗങ്ങളും കാണാം. ചുവരുകൾ മൊത്തവും കരിവാരി തേച്ചിരിക്കുന്നു. റൂമിൽ തീ കായാനാണെന്നും ചൂട് കായാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് മെയിൻ ഹാളിലേക്കാണ്. മെയിൻ ഹാളിൻ്റെ മുകൾ വശമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന ജീർണാവസ്ഥയിലാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുമ്പോൾ സൈഡിലായി ഒരു റൂം കാണാം. റൂമിലും ചൂട് കായാൻ വേണ്ടിയുള്ള സംവിധാനമുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് സൈഡ് വശത്ത് നിന്ന് അടുക്കളയിലേക്കാണ്. അടുക്കള കാണുമ്പോൾ എന്തെന്നറിയില്ല, ഫുഡ് കഴിക്കാൻ തോന്നുന്നു. നല്ല വിശപ്പുമുണ്ട്. ആകെ തകർന്ന തരിപ്പണമായ നിലയിലാണ് അടുക്കള കാണുന്നത്. അടുക്കളയുടെ സ്ലാബുകൾ വാട്ടർ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ അടുക്കളയുടെ ഈ ചിമ്മിനിക്കകത്താണ് ഇവിടുത്തെ വേലക്കാരെ അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്ന് പറയപ്പെടുന്നു. ഇവിടെ നിന്ന് നമ്മൾ നേരെ പുറത്ത് വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. ഇവിടെ തുണി കഴുകാനുള്ള സംവിധാനങ്ങൾ പാറക്കല്ലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇടതുവന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് സൈഡിലേക്ക് ഒരു റൂം. ഇത് എന്ത് റൂമാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ സ്റ്റോർ റൂം ആയിരിക്കാനാണ് ചാൻസ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ വീണ്ടും തിരിച്ച് അടുക്കള വാതിൽ വഴി തിരികെ നമ്മൾ മെയിൻ ഹാളിലേക്ക് പോവുകയാണ്. ഹാളിലേക്ക് നേരെ വരുമ്പോൾ പല പല വാതിലുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് മാറുമ്പോൾ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് കുളിപ്പുര കണ്ടോ. കുളിപ്പുരയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ടാങ്കാണിത്. ഇവിടെ പലരും കുളിച്ചതായി പറയപ്പെടുന്നു. വീണ്ടും നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ പോകുമ്പോൾ അടുത്തൊരു റൂമാണ് കാണുന്നത്. ഈ റൂമിൽ തീ കായാനോ അങ്ങനെ ഒന്നും പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. ഒരു സാധാരണ സിംഗിൾ റൂമാണ്. ഇവിടെ നിന്നൊരു എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു എയർ ഹോൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നേരെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇതാ കാണുന്നു നേരായ വഴി. നമ്മൾ അതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇതാ ഒരു റൂം നിങ്ങൾക്കായി കാണാം. ഈ റൂമിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. ജനാലകളൊന്നുമില്ല. ഇവിടെ നേരെ വലത്തോട്ട് തിരിയുമ്പോൾ നമുക്ക് ഈ റൂമിൻ്റെ കുളിപ്പുര കാണാം. ബാത്റൂം ഇതാ വളരെ സുന്ദരമായൊരു ബാത്ത് ടബ്. ഇവിടെ നിന്നായിരിക്കും പലരും കുളിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേർ കുളിച്ചിട്ടുള്ള ബാത്റൂം ആയിരിക്കാം. ഇവിടെ നിന്ന് അഗാധയിലേക്ക് മേലോട്ട് ഒരു വെട്ടമുണ്ട്. വീണ്ടും നമ്മൾ തിരിച്ച് ഇവിടെ നിന്നും ഈ റൂമിൽ നിന്നും ഇറങ്ങി അടുത്ത റൂമിലേക്ക് കടക്കുകയാണ്. അടുത്ത ഒരു മെയിൻ ഹാള്, അതായത് റിസപ്ഷൻ, അതായത് വരുന്ന അതിഥികൾക്കുള്ള റൂമിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്.
ഇതാ നിങ്ങൾക്ക് വേണ്ടി വളരെ വിശാലമായ അതിഥി റൂം, പക്ഷേ ജനലുകളൊന്നുമില്ല. ഇവിടെ നേരെ ഈ അതിഥി റൂം വഴി വരുമ്പോഴും അതിഥികൾക്ക് കുളിക്കാനാണെന്ന് തോന്നുന്നു ഇവിടെയും ഒരു കുളിപ്പുരയുണ്ട്. ഈ ഭിത്തികൾ മൊത്തവും വരച്ച് വൃത്തികേടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിശാലമായ ആ പുറം ലോകം കാണാം. ഇതാണ് ആ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. അകത്ത് നിന്ന് നോക്കിയാൽ കാണാം, വളരെ നല്ല വലിപ്പമുള്ള ക്രിസ്മസ് ട്രീ ആണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി ഇതിൻ്റെ ബംഗ്ലാവിൻ്റെ പിറകു വശത്തോട്ട് പോകുന്നു. ഇതാ നമ്മൾ കൊട്ടാരത്തിൻ്റെ ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ ഇറങ്ങി കാട് വഴി ഇതാ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈ ക്രിസ്മസ് ട്രീയാണ് കാറ്റത്ത് ബംഗ്ലാവിൻ്റെ മുകൾ വരെ വന്ന് ഇതിൻ്റെ മുകളറ്റം തട്ടുന്നെന്ന് പറയുന്ന ക്രിസ്മസ് ട്രീ. ഈ ക്രിസ്മസ് ട്രീ കാണുമ്പോൾ പണ്ടത്തെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അതിവിശാലമായ ഷോറൂം അല്ല, സോറി, മലനിരകൾ. ഇതാണ് നിങ്ങൾ പറഞ്ഞ പ്രേത ബംഗ്ലാവ്. ഇവിടെ പ്രേതം വരുമോ ഇല്ലയോ എന്നുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. പ്രേതത്തിനെ തളയ്ക്കാൻ വേണ്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് ഒരു പൂജാരി. അദ്ദേഹം പ്രേതത്തിനെ തളയ്ക്കും എന്നാണ് പറയുന്നത്. നമ്മളും അദ്ദേഹത്തിനോടൊപ്പം പ്രേതത്തിനെ തളയ്ക്കും എന്ന് നമ്മളും അടിവരയിട്ട് പറയുന്നു. ഇനി നമ്മൾ ഇതിൽ നിന്നും ഇതിൻ്റെ ബംഗ്ലാവിൻ്റെ പിറകു വശത്തേക്ക് നമ്മൾ പോവുകയാണ്. കാടുകൾ ഇടതൂർന്ന് കിടക്കുന്ന പിറകു വശം. മുകളിൽ നിന്ന് വരുന്ന വെള്ളം കളയുന്ന പൈപ്പിൻ്റെ കമ്പികൾ തുരുമ്പിച്ച് പൊട്ടി വീണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, പ്രേത ബംഗ്ലാവിൽ വളരെ തണുപ്പാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ദൂരെ ഒരു കെട്ടിടം കാണാം. ആ കെട്ടിടം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണെന്ന് എനിക്കും അറിയില്ല. നമുക്ക് അത് പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇടതൂർന്ന വനങ്ങൾ. ഇതാ നമ്മൾ കെട്ടിടത്തിൻ്റെ അടുക്കള ഭാഗത്തുകൂടിയുള്ള ഒരു യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നോക്കുമ്പോൾ നേരെ നമുക്കൊരു വൈദ്യുതി പോസ്റ്റ് കാണാം. ഇതിനകത്തെ കറണ്ട് വലിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ വൈദ്യുതി പോസ്റ്റ് ആയിരിക്കാം ഇത്. പഴയകാല പൈപ്പ് കുറ്റികളും മറ്റും ഇവിടെ കാണുന്നുണ്ട്. ഇതാ നമ്മൾ കറങ്ങി നമ്മൾ വന്ന വഴിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് വശം. ഇതാ അവിടെ ബംഗ്ലാവിൻ്റെ ഗേറ്റ് കാണാം. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു പയ്യൻ നിൽക്കുന്ന കണ്ടോ. അവനറിയില്ല അവൻ ആരാണെന്നും അവൻ എന്താണെന്നും അവൻ എന്തിനാണ് ഇവിടെ വന്നെന്നും അവനറിയില്ല. ഇതാ നമ്മൾ ഇത് ഡേറ്റ് ഓഫ് ബിൽഡിംഗ് 1951, 25 GB